ഗവർണർക്ക് ഭീഷണിയുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മന്ത്രിയുടെ ഭീഷണി. ഗവർണർക്ക് സർ CP രാമസ്വാമിയുടെ അവസ്ഥ വരുമെന്നാണ് ഭീഷണി. ഇവരുമായി തിരുവനന്തപുരത്തിനും MK വിനോദ് ചേരുകയാണ്. വിനോദ്, ഏത് തരത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ FB പോസ്റ്റ്? സർ CP രാമസ്വാമി അയ്യരുടെ അവസ്ഥ വരും ഗവർണർക്ക് എന്നുള്ള താക്കീത് തന്നെയാണോ അദ്ദേഹം നൽകുന്നത്? ഭീഷണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ മറ്റു വിശദാംശങ്ങൾ. സംസ്ഥാനത്ത് പ്രത്യേകിച്ചും പൊതുവിദ്യാഭ്യാസത്തിന്റെ ഒരു മന്ത്രി ഗവർണർക്ക് നേരെ പരസ്യമായി ഫേസ്ബുക്കിലൂടെ ഭീഷണി മുഴക്കിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് CP രാമസ്വാമി അയ്യരുടെ ഗതി ഓർക്കണം, ആ ഒരു അവസ്ഥ ഇപ്പോഴുള്ളവർക്ക് വരും, അതായത് ഇപ്പോഴത്തെ ഗവർണർക്ക് വരും എന്നുള്ളൊരു ഭീഷണിയാണ് മുഴക്കിയിട്ടുള്ളത്. CP രാമസ്വാമി അയ്യർ നമുക്ക് അറിയാം, നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇവിടെ വൈസ്രോയി ആയിരുന്നു, അതേപോലെ തന്നെ ഗവർണർ ജനറൽ ആയിരുന്നു. പിന്നീട് രാജഭരണം ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കീഴിലും ഗവർണറായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ചുമതലയുള്ള കാലത്താണ് ഈ പുന്നപ്പുറ വയലാർ സമരം നടക്കുന്നതും അവിടെ വെടിവെപ്പ് നടക്കുന്നതും എല്ലാം CPയുടെ കാലത്താണ്. ആ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റവും കൂടുതൽ പ്രതിരോധം സൃഷ്ടിച്ചത്, ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങളും അതേപോലെ തന്നെ അക്രമ സമരങ്ങളും ഒക്കെ നയിച്ചത് CPക്കെതിരെയായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കിരാതമായ ഭരണത്തിനാണ് ഗവർണർ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു സൂചനയാണ് വി ശിവൻകുട്ടി നൽകുന്നത്, മന്ത്രി നൽകുന്നത്. അതുകൊണ്ടാണ് CPയുടെ ഗതി വരും, അദ്ദേഹത്തിന്റെ സ്മാരകം ഇവിടെ ഉണ്ട്, അതുകൊണ്ട് അത് മറക്കരുത് എന്ന് പറഞ്ഞിട്ട് തൈക്കാടുള്ള. അതായത് വിനോദ്, കഴിഞ്ഞ ദിവസങ്ങളിലടക്കം SFIയുടെ പ്രതിഷേധങ്ങളെ SFI കാലുകുത്താൻ ഒരു ക്യാമ്പസിലും അനുവദിക്കില്ല എന്നുള്ള ഭീഷണി സ്വരത്തെയൊക്കെയും അവഗണിച്ച് ധീരതയോടെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോടും ഇപ്പോൾ തിരുവനന്തപുരത്തും എത്തിയത്. ഇത് CPMനെ വലിയ അസ്വസ്ഥമാക്കിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത്തരത്തിലുള്ള ഭീഷണിക്ക് പിന്നിൽ. SFIക്ക് പ്രകോപനപരമായി ഇടപെടൽ നടത്താൻ പ്രചോദനം നൽകുന്നതിനടക്കമുള്ള ഒരു വിശദീകരണമാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിൽ അസ്വസ്ഥമാക്കപ്പെട്ട ഒരു ഇടതുപക്ഷ സർക്കാർ, ആ ഒരു പ്രതികരണം തന്നെയാണ് വി ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായതല്ലേ? അത് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും മുഖ്യമന്ത്രി തന്നെ ഇപ്പോഴത്തെ ഗവർണർക്കെതിരെ പരസ്യമായി പൊതുവേദികളിലും പൊതുവിടങ്ങളിലുമെല്ലാം ഗവർണർക്കെതിരെ വലിയ ഭീഷണിയുടെ സ്വരത്തിലാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ആകാമെങ്കിൽ ബാക്കിയുള്ള മന്ത്രിമാർക്കും ആകാമല്ലോ എന്നുള്ള ഒരു രീതി വെച്ചിട്ടാണ് മന്ത്രി ശിവൻകുട്ടി ഇത്തരത്തിൽ പരസ്യമായി ഫേസ്ബുക്കിലൂടെ ഗവർണറെ ഭീഷണിപ്പെടുത്തുകയാണ്. CP രാമസ്വാമി അയ്യർക്കുണ്ടായ ഗതി നിങ്ങൾക്ക് വരും എന്നുള്ള ഒരു ഭീഷണി. അതായത് രാമസ്വാമിയെ എങ്ങനെ ഭയപ്പെട്ടിരുന്നോ, അന്നത്തെ ഭരണകർത്താവായിരുന്ന രാമസ്വാമിയെ അന്ന് പ്രതിഷേധം നടത്തിയിരുന്നവർ, അല്ലെങ്കിൽ അന്ന് അദ്ദേഹത്തിനെതിരെ നീങ്ങിയിരുന്നവർ എത്രമാത്രം രാമസ്വാമിയെ ഭയപ്പെട്ടിരുന്നോ, അതേ അളവിൽ തന്നെ CPMകാർ ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഭയക്കുന്നു എന്ന ഒരു സൂചന ഇതിലുണ്ട്. ഈ പറഞ്ഞ CPMകാർ എത്ര വെല്ലുവിളികൾ ഉയർത്തിയാലും ഉള്ളിന്റെ ഉള്ളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത് അവർക്കിപ്പോൾ ഒരു കിടിലമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ രാമസ്വാമി അയ്യരെയും ഇപ്പോഴത്തെ ഗവർണറെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക്. അതായത് വിനോദ്, ഈ തിരുവനന്തപുരം തൈക്കാട് സ്വാതി തിരുനാൾ സംഗീത കോളേജിന് മുൻവശം ഒരു സ്മാരകമുണ്ട്, സർ CP രാമസ്വാമിയുടെ സ്മാരകം. അതേ ഒരു ഗതി ഗവർണർക്കും വരും എന്ന് സൂചിപ്പിക്കുമ്പോൾ സർ CP രാമസ്വാമിയുടെ അവസ്ഥ എന്താണെന്ന് കേരളീയ സമൂഹത്തിനറിയാം. അതായത് ആ തരത്തിലുള്ള ഒരു ഭീഷണി സ്വരം തന്നെയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കേരളത്തിന്റെ ഒരു പരമോന്നത പദവിയിലിരിക്കുന്ന ഗവർണറെ വെല്ലുവിളിക്കുന്ന, അദ്ദേഹത്തെ അതിക്രമിക്കും, ആക്രമിക്കും, വധിക്കും എന്നതടക്കമുള്ള ഒരു ഭീഷണി സ്വരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? തീർച്ചയായും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രത്യേകിച്ചും സർവകലാശാലകളുടെ ചാൻസലർ കൂടിയാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെയുള്ള ഒരു വകുപ്പിലെ ഒരു മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ കൂടിയും വിദ്യാഭ്യാസ മന്ത്രിയാണ് മന്ത്രി ശിവൻകുട്ടി. അതുകൊണ്ട് നമുക്ക് ശിവൻകുട്ടിയുടെ പാരമ്പര്യമൊക്കെ നമുക്കറിയാം. എത്രമാത്രം അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, എത്ര സ്കൂളുകൾക്ക് കല്ലെറിഞ്ഞിട്ടുണ്ട്, ഏതെല്ലാം അനധികൃത സമരങ്ങൾ നയിച്ചിട്ടുള്ള ആളാണ്, ഏതെല്ലാം തൊഴിൽ സമരങ്ങൾ, ഏതെല്ലാം തൊഴിലിടങ്ങൾ അടപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ മന്ത്രിയായിട്ടുള്ളത്, ഏതെല്ലാം കേസിൽ പെട്ടിട്ടുണ്ട്, എന്തെല്ലാമാണ് അദ്ദേഹം നിയമസഭയിൽ കാണിച്ചു കൂട്ടിയത്. അദ്ദേഹം നിയമപരമായി പ്രവർത്തിക്കുന്ന ആളാണോ? അദ്ദേഹത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ അറിയാം. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ രാമസ്വാമി അയ്യരുടെ ഗതി ഇപ്പോഴത്തെ ഗവർണർക്ക് വരുമെന്ന് ഭീഷണി മുഴക്കുന്നത്. അത്തരത്തിലുള്ള ഒരു താരതമ്യം ഒക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. ഇത് പറയാൻ ശിവൻകുട്ടി ആരാണ്? മന്ത്രി ശിവൻകുട്ടി ഇത് പറയാൻ അത്രമാത്രം ക്രമസമാധാനത്തോടു കൂടി തന്റെ ജീവിതം നയിച്ച ആളാണോ? ഇത്രയും അക്രമ സമരങ്ങൾ നടത്തിയ ഒരാൾ എങ്ങനെ ഗവർണറെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ള വലിയ വിമർശനവും ഉയരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ആരും ശ്രദ്ധിക്കാതെ കിടന്നിരുന്ന ഈ സ്മാരകം എന്താണ് എന്നുള്ളത് കൂടി കേരള സമൂഹം പരിശോധിക്കുകയാണ്. അതിന്റെ കൂടുതൽ വാർത്തകൾ നമുക്ക് നൽകാൻ കഴിയും. എന്തായാലും മന്ത്രി ശിവൻകുട്ടി ഗവർണർക്കെതിരെ പരസ്യമായ വെല്ലുവിളിയും ഭീഷണിയും ഫേസ്ബുക്കിലൂടെ ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വാർത്ത.
അഭിനൂർ, അത് തന്നെയാണ് SFIയുടെ പ്രതിഷേധം, SFIയുടെ അതിക്രമം. ഇപ്പോഴത്തെ CPM ആ ഒരു അതിക്രമം ഏറ്റെടുത്തു. പിണറായി സർക്കാർ തന്നെ ആ ഒരു ഭീഷണിയും അതിക്രമവും ഏറ്റെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് വിദ്യാഭ്യാസ മന്ത്രിയാണ്, പൊതുവിദ്യാഭ്യാസ മന്ത്രിയാണ് ഇത്തരത്തിലുള്ള ഒരു FB പോസ്റ്റ് ഇട്ടത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം ഇതിലെ ഗവർണർ പറഞ്ഞൊരു കാര്യമുണ്ട്, SFI കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ പോലും തകർക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അതവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പിണറായി സർക്കാരും അത് തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇത്തരത്തിലുള്ള ഒരു അതിക്രമത്തിന് കൂട്ടുനിൽക്കുകയാണ്. അത് SFIക്ക് പ്രേരണ നൽകിയാണ്, DYFIക്ക് പ്രേരണ നൽകിയാണ്, CPMന് പ്രേരണ നൽകിയാണ്. ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എന്ന കാര്യം കൂടി വ്യക്തമാവുകയാണല്ലേ? തീർച്ചയായും മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉയരുന്നത്. കാരണം മുഖ്യമന്ത്രി തന്നെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിൽ തന്നെ നമ്മൾ കേട്ടതാണ്, ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോൾ അവർ ഭയപ്പെട്ടു പോയി, അവർ കുട്ടികൾ ഓടിപ്പോയി എന്ന് ഗവർണർ പറഞ്ഞതിനെ കളിയാക്കി മുഖ്യമന്ത്രി പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഇതിന്റെ ഈ ഭീഷണി ഒന്നും ഇവിടെ വിലപ്പോവില്ല, അല്ലെങ്കിൽ ഈ പരിപ്പ് ഇവിടെ വേവില്ല എന്നുള്ള തരത്തിലൊക്കെ മുഖ്യമന്ത്രി അതേപോലെ തന്നെ SFI നേതാക്കളും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് അനുകൂലികളുടെ കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ടാണ് മന്ത്രി ശിവൻകുട്ടി ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം ഗവർണറും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സന്ദർഭവും വന്നിട്ടില്ല. വേണമെങ്കിൽ ബിന്ദുവിനെ സംബന്ധിച്ച് വേണമെങ്കിൽ പറയാം, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട വളരെയധികം കൂടിയാലോചനകളും ചർച്ചകളും ഒക്കെ നടത്തുന്ന ഒരു മന്ത്രി എന്നുള്ള നിലയിൽ മന്ത്രി ബിന്ദുവിന് വേണമെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രതികരണം നടത്തിയാൽ നമുക്ക് സ്വാഭാവികമെന്ന് പറയാം. പക്ഷേ ഈ പറഞ്ഞ പൊതുവിദ്യാഭ്യാസ മന്ത്രി, ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുള്ള വിദ്യാഭ്യാസ മേഖലയാണ് അദ്ദേഹത്തിന്റെ ചുമതലയിലുള്ളത്. അദ്ദേഹത്തിന് നേരിട്ട് ഗവർണറുമായി ഇടപെടുന്ന ഒരു സാഹചര്യമില്ല. അങ്ങനെയുള്ള ഒരു മന്ത്രി എന്തിനാ ഈ ഗവർണർക്കെതിരെ ഇത്തരത്തിൽ ഭീഷണി മുഴക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും CPMകാരെ മുഖ്യമന്ത്രിയെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് മന്ത്രി ശിവൻകുട്ടി നടത്തിയിരിക്കുന്നത്. എന്തായാലും രാജ്ഭവൻ ഇതെല്ലാം ഗൗരവമായി കണക്കാക്കുന്നു. പ്രത്യേകിച്ച് ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്ത് കൊടുത്ത ഒരു മന്ത്രി ആ ഗവർണർക്കെതിരെ ഇങ്ങനെ പൊതുസമൂഹത്തിൽ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നടത്തിയാൽ എന്ത് നടപടി സ്വീകരിക്കണമെന്നുള്ള കാര്യങ്ങളെല്ലാം നിയമപരമായി വളരെ ശക്തമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്ഭവൻ എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. KP.